രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അതിജീവിത രഹസ്യമൊഴി നൽകി. നെടുമങ്ങാട് കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. സിജോ വി ജോൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സിജോ, എന്തൊക്കെയാണ് രഹസ്യമൊഴിയിൽ പറയുന്നത്? നെടുമങ്ങാട് കോടതിയിലാണ് മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെ അതിജീവിത പറഞ്ഞിരുന്ന ഒരു കാര്യം, പരാതിയിലൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഒരു തവണ പീഡിപ്പിച്ചിരുന്നുവെന്നാണ്. അതാണ് ഇതുവരെ പുറത്തു വന്നിരുന്ന വിവരം. ബംഗളൂരുവിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിനിടെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ വിളിക്കുന്നത്. പിന്നീട് പുറത്ത് നിന്ന് സംസാരിച്ചാൽ തന്നെ ആളുകൾ അറിയും, അതുകൊണ്ട് നമുക്കൊരു ഹോം സ്റ്റേയിലോട്ട് പോകാമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഇവർ പറയുന്നത് ഒന്നിലേറെ തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും അന്വേഷണ സംഘം കോടതിക്ക് കൈമാറിയതായിട്ടും പുതിയ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുന്നിലാണ് രാഹുലുള്ളത്. രണ്ടാം ദിവസമാണ് രാഹുൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെയാണ് രണ്ടാമത്തെ കേസിൽ രാഹുലിനെതിരെ കുരുക്കുമുറുകുന്ന തരത്തിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.